ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിപ്പോൾ ഒരു ഹോട്ടലിൽ വെറുതെ ഒരു വെക്കേഷൻ സ്റ്റേ ആയിട്ട് വന്നു. അപ്പം ഞാൻ ഇവിടെ അശ്വിന് ഇതുപോലെ വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ വർക്ക് ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് ഞാൻ വളരെ വലിയൊരു പോസ്റ്റ് ആയിരിക്കും. ആ സമയത്ത് എനിക്കൊരു ടൈം പാസിന് വേണ്ടിയിട്ട് ഞാൻ നമ്മളൊരു 65 ഡിസൈനർ കാഞ്ചി ടിഷ്യൂ സാരി ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തുനിന്ന് എനിക്ക് പെട്ടെന്ന് കൈ കിട്ടിയ ഒരു 10 ഹാൻഡ് പിക്ഡ് വൺസ് ഞാൻ എടുത്തിട്ട് വന്നു. ഫോട്ടോസും വീഡിയോസും എടുത്തൊന്ന് വെബ്സൈറ്റിനകത്ത് കയറ്റാൻ. അപ്പോൾ ഈ ഒരു ടൈപ്പ് ഡിസൈനർ കാഞ്ചി ടിഷ്യൂ സാരീസ് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തൊരു സംഭവമാണ്. കാര്യം മറ്റ് പേജുകളിൽ ഇല്ലാത്ത ഡിസൈൻ ദിയ കൊണ്ടുവരും, എന്തെങ്കിലും യുണീക്കായിട്ട് കൊണ്ടുവരും. പ്രൈസ് റേഞ്ച് ഇച്ചിരി കൂടെ ഒന്ന് പുഷ് ചെയ്ത് മേലോട്ട് കയറ്റിയാലും കുഴപ്പമില്ല. പക്ക ബ്രൈഡലായിരിക്കണം. പിന്നെ ഇതുപോലെ എൻ്റെ വെഡ്ഡിങ്ങിന് ഞാനിട്ട ടൈപ്പ്, എൻ്റെ ചേച്ചി പഹാന അല്ലെങ്കിൽ ഇഷാനി അവരൊക്കെ ഇട്ട ആ ഒരു വൈബിലുള്ള സാധനം, പക്ഷെ എന്നാൽ എല്ലാവരുടെയും ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന കൈൻഡ് ഓഫ് ഒരു സാധനം, അങ്ങനത്തെ ടൈപ്പ് കൊണ്ടുവരാൻ ചോദിച്ചത്. കാരണം ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പം ഈ അടുത്ത് സാരിയുടെ ഒരു ക്രേസ് തുടങ്ങിയതിന് ശേഷം ഇൻസ്റ്റാഗ്രാമിനകത്ത് ചറവറ പേജുകൾ തപ്പിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ അടുത്ത് നോക്കിയപ്പോഴത്തേക്കും ഐ സോ ലോട്ട് ഓഫ് പേജസ് സെല്ലിങ് സാരീസ്. പക്ഷേ അധികം പേരുടെ കയ്യിൽ ഇതുപോലത്തെ ഡിസൈനർ സാരീസ് ഇല്ല. ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ മിനിമം നിങ്ങളൊരു 12,000 13,000 എങ്കിലും കൊടുക്കേണ്ട വരും മിനിമം. ഇതുപോലത്തെ ഒരു കാഞ്ചി ടിഷ്യൂ സാരി മേടിക്കണം എന്നുണ്ടെങ്കിൽ മിനിമം ആണ് ഞാൻ പറഞ്ഞത്. ഇറ്റ് ഗോസ് അപ് ടു 1 lakh 2 lakh പോലത്തെ ഒരു എമൗണ്ട്. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഓക്കെ, ഈ ടൈപ്പ് ആരും ഉദ്ദേശിക്കുന്ന പോലെ ഒരു 6,000 5,000 ആ റേഞ്ചിൽ കിട്ടുന്നില്ല. കിട്ടണമെങ്കിൽ തന്നെ അത് ക്വാളിറ്റി നല്ലതല്ല, ഒരു ഡിസൈനർ പീസ് ലുക്കില്ല, എല്ലാവരും ഉടുക്കുന്ന പോലത്തെ ഒരു സംഭവം. അപ്പോൾ ഐ തോട്ട് ഇതിനെപ്പറ്റി കുറിച്ചൊന്ന് പഠിച്ച് ഒരു വീവർ വരെ എത്തി നമ്മൾ കൊടുത്ത ഡിസൈൻസ്, നമ്മൾ കൊടുത്ത കളേഴ്സ് വിത്ത് ബോർഡർ ആൻഡ് ദ പ്രിന്റ് ആൻഡ് എവറിത്തിങ് അവരതിനെ വീവ് ചെയ്തെടുത്ത് കുറച്ച് സമയമെടുത്തു. അങ്ങനെയാണ് അതിപ്പോൾ ഫൈനലി കിട്ടിയത്. ബാക്കി ഡിസൈൻസ് ഒക്കെ നമ്മുടെ അഡ്രസ്സിലോട്ട് വരുന്നതേ ഉള്ളൂ. വന്ന ഒരു 20 എണ്ണത്തിന് ഒരു 10 ഞാൻ എടുത്തിട്ട് വന്നത്. ബാക്കിയെല്ലാം ഓൺ ദ വേ ആണ്. വീവ് ചെയ്യാൻ ടൈം എടുക്കും. ഇറ്റ് ഈസ് എ ലോട്ട് ഓഫ് ടൈം. അപ്പോൾ അവർ റെഡി ആവുന്ന അനുസരിച്ച് സെൻഡ് ചെയ്യും. നമ്മൾ നമ്മുടെ മാനുഫാക്ചറിന് കൊടുക്കുന്ന ഡിസൈൻസും കളേഴ്സും അനുസരിച്ചാണ് അവരിപ്പോൾ ചെയ്യുന്നത്. ഐ എം സോ ഗ്രേറ്റ്ഫുൾ ദാറ്റ് ഐ ഫൗണ്ട് സംബഡി ലൈക്ക് ദാറ്റ്. അപ്പോൾ ഇന്ന് ഞാൻ മെയിൻലി കൊണ്ടുവന്നിരിക്കുന്നത് പേസ്റ്റൽ ഷെയ്ഡ്സ് ആണ്. പക്ഷെ അതിനകത്ത് യെല്ലോവും ഓറഞ്ചും ഉണ്ട്. ദാറ്റ്സ് നോട്ട് പേസ്റ്റൽ. പക്ഷെ ബാക്കി കൂടുതലും പേസ്റ്റൽ ഷെയ്ഡ്സ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതിനകത്ത് എനിക്ക് എൻ്റെ വെഡിങ്ങിൻ്റെ അന്ന് അഹാന ഇട്ട പോലത്തെ ഒരു ഷെയ്ഡായിട്ടും ഞാൻ ഇട്ട പോലത്തെ ഷെയ്ഡ്സ് ആയിട്ടും ഒക്കെ ഫീൽ ചെയ്യുന്ന ഷെയ്ഡ്സ് ഉണ്ട്. ഇത് ഈ ഒരു കൈൻഡ് ഓഫ് ടോണിലായിരുന്നു ഞാൻ ഉടുത്തൊരു സാരി നിന്നത്. ഇതിനെക്കാൾ ഇട്ടുമ്പോൾ ലൈറ്റ്, ഇതിൻ്റെ ഒരു ലിറ്റിൽ മോർ ഒരു പിങ്കിഷ് ടോണിലെ സാരി ആയിരുന്നു അഹാന ഉടുത്തിരുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ പക്കയായിട്ട് ഒരു ഡ്രേപ്പിസ്റ്റിനെ വെച്ച് നമ്മൾ ഡ്രേപ്പ് ചെയ്ത് കൊടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1 lakh സാരിയുടെ റേഞ്ച് തോന്നിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ റേഞ്ച് ഓഫ് ഡിസൈനർ സാരീസ് ആണ്. ഇതിനകത്ത് എനിക്ക് എടുത്തു പറയണം എന്ന് ഇഷ്ടപ്പെട്ടൊരു സാരിയാണത് ഈ കാണുന്ന യെല്ലോ കളർ സാരി. ഇതിനകത്ത് ഫുൾ ബോഡി വരുന്നത് ടൂലിപ്സ് ആണ്. സച്ച് എ ബ്യൂട്ടിഫുൾ പ്രിന്റ്. ഈ ടൈപ്പൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത് പക്ക ഡിസൈനർ പേജസിലാണ്. ഓൾമോസ്റ്റ് സിമിലർ ഐ ഹവ് സീൻ എ പീസ്, ബട്ട് ഐ തിങ്ക് ഇറ്റ് വാസ് സംവെയർ അറൌണ്ട് 50,000-55,000 rupees. അപ്പോൾ നമ്മുടേത് വരുന്നത് ജസ്റ്റ് 4,999 റേഞ്ച് വരുന്നത്. നമുക്ക് അതിനേക്കാൾ ആ റേഞ്ചിനകത്തുള്ള അതിനേക്കാൾ കൂടിയത് ഇപ്പോൾ നമ്മൾ ലോഞ്ച് ചെയ്തിട്ടില്ല. ബട്ട് അപ്പോൾ ഇതിനകത്ത് എല്ലാം ഇരിക്കുന്നത് ബ്രൈഡൽ സാരീസ് ആണ്. അപ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്യാം, 1 by 1 ജസ്റ്റ് ഒന്ന് വെച്ച് ഒന്ന് ഓപ്പൺ ചെയ്തും കൂടെ കാണിച്ചു തരാം. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. അപ്പോൾ ആദ്യം തന്നെ എനിക്ക് കൂട്ടത്തിൽ ഏറ്റവും യുണീക്കായിട്ട് തോന്നിയ പീസിൻ്റെ ജസ്റ്റ് പല്ലുവും ബ്ലൗസും എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് കാണാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ചും കൂടെ ഒന്ന് കാണിക്കാം. കുറച്ച് ബ്യൂട്ടിഫുൾ പീസ്. ഇതിൻ്റെ ബോർഡർ വന്നിട്ട് ഇതുപോലെ തിക്കായിട്ടുള്ള റാണി പിങ്കിൽ വരുന്ന ബ്രൊക്കേറ്റ് ബോർഡറാണ് വിത്ത് ഗോൾഡൻ സരി വർക്ക്. ബാക്കി ബോഡിയിൽ ത്രൂ ഔട്ട് ഇതുപോലെ യെല്ലോ ആൻഡ് റാണി പിങ്ക് ടൂലിപ്സ് ആണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് കാണാം. ഈ കാണുന്നതാണ് ഇതിൻ്റെ പല്ലു. ദിസ് വൺ സോ പ്രിറ്റി. ഈ ഒരു ആനയുടെയും പീകോക്കിൻ്റെയൊക്കെ പ്രിൻ്റാണ് പല്ലുവിൽ വരുന്നത്. ബ്ലൗസ് ആണെങ്കിൽ അതെ ഈ ഒരു ഡുവൽ ടോണിൽ വരുന്ന ഒരു ടിഷ്യൂ ആണ് ഫാബ്രിക് ആയിട്ട് വരുന്ന ബ്ലൗസിൻ്റെ. ബോർഡറും ഇതേപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോർഡർ ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. അതിൻ്റെ ഒരു പീച്ച് ടോണാണ് ബോർഡറിൽ വരുന്നത്. ബാക്കി ത്രൂ ഔട്ട് ദ ബോഡി ഈ ഒരു ടൂലിപ്പിൻ്റെ പ്രിൻ്റാണ് വരുന്നത്. സച്ച് എ ലവ്ലി സാരി. നമുക്ക് അധികം എവിടെയും കാണാൻ കിട്ടാത്ത ടൈപ്പ് ഓഫ് ഒരു ഡിസൈനാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ദാറ്റ്സ് ദ മെയിൻ ഹൈലൈറ്റ് ഓഫ് ദിസ്.
എനിക്ക് ഈ ഒരു ടൈപ്പ് ഓഫ് സാരി ഞാൻ ഇപ്പോൾ ജയലക്ഷ്മിയോ പോത്തീസോ അങ്ങനെയൊക്കെ ഉള്ള കടയിൽ പോയി കാണുവാണെന്നുണ്ടെങ്കിൽ ഐ വിൽ ബി ഡെഫിനറ്റ്ലി എക്സ്പെക്ടിങ് ആൻഡ് ഗോയിങ് ഒരു മിനിമം 15,000 എങ്കിലും എക്സ്പെക്ട് ചെയ്തായിരിക്കും ഞാൻ പോകുന്നത്. പക്ഷെ അത്ര പോലും എക്സ്പെക്ട് ചെയ്താൽ നമ്മൾ പോയിട്ട് പെട്ടെന്ന് ഇങ്ങനെ ഒരു സാരി കണ്ടിട്ട് അതൊരു 5,000 റേഞ്ച് ആണെന്ന് പറയുമ്പോൾ ഐ വിൽ ബി സോ ഹാപ്പി. അപ്പോൾ അതേപോലെ ഇതുപോലെ ഏതെങ്കിലും ബ്രൈഡ്സ് ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ എനി ബ്രൈഡ്സ് ഫ്രണ്ട്, ബ്രൈഡ്സ് മെയ്ഡ്, ബ്രൈഡ്സ് സിസ്റ്റർ, ബ്രൈഡ്സ് മദർ, എനിബഡി ഇതുപോലത്തെ സാരി നോക്കുന്നുണ്ടായിരുന്നു, ഈ പ്രൈസ് റേഞ്ച് ആയിരുന്നു നോക്കിയിരുന്നെന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിനകത്ത് ഇപ്പോൾ ഇത് ലോഞ്ച് ആയിട്ടുണ്ട്. ജസ്റ്റ് 4,999 ആണ് റേഞ്ച് വരുന്നത്. സോ ഡു ചെക്ക് ഔട്ട് ആ വെബ്സൈറ്റ് ലിങ്ക് www.obayozi.com ആണ്, ഞാൻ ഡിസ്ക്രിപ്ഷനകത്തും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത സാരിയിലോട്ട് പോവാം. ഈ ഒരു ബ്യൂട്ടിഫുൾ ഡിസൈനിനെ കുറിച്ച് ഞാൻ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലും എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാര്യം അത് ശ്രദ്ധിച്ചാൽ ഈ സാരിയിൽ ഒരുപാട് ഫ്രെയിംസ് വരുന്നുണ്ട്. ഓരോ ഫ്രെയിമിനകത്തും ഡിഫറെൻറ്റ് മോട്ടീവ് വർക്കാണ് കൊടുത്തിരിക്കുന്നത്. ലെറ്റ്സ് സീ എ ലോട്ടസ് ഹിയർ, ഇവിടെ ഒരു ഫ്ലവർ ഡിസൈൻ, ഒരു മാങ്ങ ഡിസൈനിൽ ലീഫിൻ്റെ പ്രിൻറ്റ്, അതേപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മാങ്ങ ഡിസൈൻസ്, പിന്നെ ഇതുപോലത്തെ ഫ്ലോറൽ ആർട്ട് വർക്ക്, ഒരു പക്ക ഒരു പെയിൻറ്റിങ് ചെയ്തേക്കുന്ന പോലെ അതിനകത്ത് ബ്ലൂവും ഗോൾഡും ഡുവൽ ടോൺ വരുന്നുണ്ട്. അതേ സെയിം ബ്ലൂ തന്നെയാണ് ഇവിടെ ബോർഡറിൽ തിക്കായിട്ട് കൊടുത്തിരിക്കുന്നത് വിത്ത് ഗോൾഡൻ സാരി വർക്ക്. നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കണ്ടാലോ. ഈ ടൈപ്പ് ഡുവൽ ടോൺ പിങ്ക് ആണ് ഇപ്പോൾ ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്തെ പല്ലു എന്ന് പറയുമ്പോൾ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പല്ലുവാണ് വരുന്നത് വിത്ത് ലോട്ട് ഓഫ് ലോട്ടസ് വർക്ക് ആൻഡ് എ ലോട്ട് ഓഫ് ഫ്ലോറൽ ബ്രൊക്കേഡ് ആസ് വെൽ. ബ്ലൗസ് വന്നിട്ട് ഈ ഒരു ബ്ലൂവിൽ ഗോൾഡൻ സാരി വർക്ക് വന്നിട്ട് അറ്റത്ത് ഗോൾഡൻ ബോർഡർ വരുന്നതാണ് ബ്ലൗസ് വരുന്നത്. ബ്ലൂവിൽ ഒരു ഗോൾഡൻ ഡുവൽ ടിഷ്യൂ സിൽക്ക് ടോൺ വരുന്നതാണ് ഇതിൻ്റെ ബ്ലൗസിൻ്റെ ഒരു ഷെയ്ഡ് എന്ന് പറയുന്നത്. നമുക്കിനി അടുത്ത സാരി കാണാം. ദിസ് ഈസ് എ ലവ്ലി പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡ് സാരി. അതിനകത്ത് നമുക്കൊരു സിൽവർ പ്ലസ് ഒരു ഗോൾഡ് സരി വർക്കിൻ്റെ ഡുവൽ ടോൺ കാണാൻ പറ്റും. ബോർഡറിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ ഒരു സിൽവർ സരി വർക്കാണ് വന്നിരിക്കുന്നത്. പക്ഷേ നമ്മൾ ഇങ്ങനെ മൂവ് ചെയ്യുമ്പോഴത്തേക്കും അതിനൊരു ഗോൾഡൻ ടോണും വരുന്നുണ്ട്. ദാറ്റ്സ് എ സ്പെഷ്യാലിറ്റി ഓഫ് ദിസ് ബ്യൂട്ടിഫുൾ സാരി. അറ്റത്ത് ബോർഡർ വന്നിട്ട് ഒരു പിങ്ക് മോവ് ഷെയ്ഡാണ് വരുന്നത്. ത്രൂ ഔട്ട് ദ ബോഡി ഇതുപോലത്തെ ബ്യൂട്ടിഫുൾ ഫ്ലോറൽ പ്രിൻ്റ് ആണ് വരുന്നത് വിത്ത് സിൽവർ സരി വർക്ക്. നമുക്ക് പക്ഷെ ഒന്ന് മൂവ് ചെയ്ത് നോക്കിയാൽ അതിൻ്റെ അണ്ടർനീത്ത് ചെയ്തേക്കുന്ന ഗോൾഡൻ ഡുവൽ ടോൺ ആണ്. അപ്പോൾ നമുക്ക് ഗോൾഡ് ആണോ സിൽവർ സരി വർക്ക് ആണോ ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ്സ് എ ബിഗ് ക്വസ്റ്റ്യൻ ഹിയർ. അപ്പോൾ നമുക്ക് സാരിയുടെ പല്ലു ഒന്ന് കാണാം. ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്രൊക്കേഡാണ് ഇതിൻ്റെ പല്ലു വരുന്നത്. സച്ച് എ ബ്യൂട്ടിഫുൾ സാരി, റൈറ്റ്? അടിപൊളി സാരി, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ബ്ലൗസ് വന്നിട്ട് ഈ ഒരു പ്രിൻ്റാണ് വരുന്നത്. പ്ലെയിൻ ആയിട്ട് ഒരു ഡുവൽ ടോൺ വിത്ത് ബേബി പിങ്ക് വന്നിട്ട് ഒരു പൗഡർ പിങ്ക് എന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ അറ്റത്ത് ഇതുപോലത്തെ ബോർഡർ വരുന്നുണ്ട്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ബ്ലൗസ് ആസ് വെൽ. നമുക്കപ്പോൾ ക്വിക്കായിട്ട് അടുത്ത സാരി കാണാം. അടുത്ത വന്നിട്ട് പിങ്ക് ആണോ പീച്ച് ആണോ എന്നറിയാൻ പറ്റാത്ത പോലെ രണ്ടിൻ്റെയും എക്സാക്ട് മിക്സിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ഡീലേഴ്സ് പറയും പോലെ ഒരു റാമർ ബ്ലൂ ഷെയ്ഡാണ് ഇതിനകത്ത് ഇടയിൽ മോട്ടീവ്സിൽ കൊടുത്തിരിക്കുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മീഡിയം സൈസ് ഫ്ലോറൽ പ്രിൻ്റ് ആണ് ത്രൂ ഔട്ട് ദ ബോഡി വരുന്നത്. നമുക്ക് ഓൾസോ ഇതിനകത്ത് കുറച്ച് ഒരു ഡാർക്ക് ഒരു ഓറഞ്ച് സ്റ്റോണും ഈ ഫ്ലവേഴ്സിൻ്റെ ഇടയിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വീവിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ കൊടുത്ത എക്സാക്ട് ടോൺ എന്താണോ അത് തന്നെയാണ് പുള്ളി നമുക്ക് വീവ് ചെയ്ത് തന്നിരിക്കുന്നത്. സോ ബ്യൂട്ടിഫുൾ. ഇതിൻ്റെ ത്രൂ ഔട്ട് ദ ബോഡി ഈ ഒരു പ്രിന്റ് ആണ് വരുന്നത്. അതായത് പീച്ച് പ്ലസ് ഒരു പിങ്ക് പ്ലസ് ഒരു ഗോൾഡൻ ഡുവൽ ടോൺ ആണ് ത്രൂ ഔട്ട് ദ ബോഡി വരുന്നത്. വിത്ത് നമുക്ക് ഒരു റാമർ ബ്ലൂ ഷെയ്ഡിലെ ബിഗ് ബോർഡറും വരുന്നുണ്ട്. ഇതിൻ്റെ പല്ലു എന്ന് പറയുമ്പോൾ ഇതുപോലത്തെ റിച്ച് ആയിട്ടുള്ള മാങ്ങ ഡിസൈൻ വരുന്ന ബ്രൊക്കേഡ് ബോർഡർ ആണ് ത്രൂ ഔട്ട് ദ പല്ലുവിൽ വരുന്നത്. സോ ലവ്ലി. എന്നിട്ട് അതിൻ്റെ ബ്ലൗസ് പീസ് എന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ കുട്ടി കുട്ടി ഫ്ലോറൽ ബുട്ട വർക്ക് വരുന്ന ബ്ലൗസാണ് വരുന്നത് വിത്ത് beautiful border at the end. Let's see the next saree. ലാവൻഡർ ഷെയ്ഡ് ആർക്കാണ് ഇഷ്ടമല്ലാത്തല്ലേ? ഏതൊരു പേജിൽ ഏതൊരു സാരി പേജിൽ ലാവൻഡർ ടോൺ വന്നു കഴിഞ്ഞാൽ അത് അപ്പം സോൾഡ് ഔട്ട് ആയിരിക്കും. അതേപോലെ തന്നെ എനിക്ക് വളരെ വിശ്വാസമുള്ള ഒരു പീസാണ് ഈ ഒരു പീസ്. ഇതിനകത്ത് അങ്ങനെ ഓവറായിട്ടുള്ള ബിഗ് ഫ്ലവേഴ്സോ അങ്ങനെ ഒന്നുമല്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഗോൾഡൻ ഫ്ലോറൽ ബ്രൊക്കേഡ് വർക്കാണ് ത്രൂ ഔട്ട് ദ ബോഡിയിൽ വന്നിരിക്കുന്നത്. അറ്റത്ത് വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു ലൈറ്റ് ഗ്രീനിലാണ് തിക്ക് ബോർഡർ വന്നിരിക്കുന്നത് ഇൻ ഗോൾഡൻ സാരി വർക്ക്. ഇറ്റ്സ് എ ലവ്ലി സാരി.
ഞാനായാലും ഒരു കടയിൽ പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് കണ്ട ചാടിക്കറി പിടിക്കുന്ന ഒരു പീസാണിത്. സോ ബ്യൂട്ടിഫുൾ. ഇതിൻ്റെ പല്ലു നിങ്ങൾക്ക് സ്ട്രെയിറ്റ് അവേ കാണാൻ പറ്റും. ഫുൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്രൊക്കേഡ് വർക്കിനകത്ത് ഇതുപോലെ പീകോക്ക് ഡിസൈൻ വരുന്നുണ്ട്. സച്ച് എ ലവ്ലി പീസ്. ബ്ലൗസ് പീസ് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ലാവൻഡർ ഷെയ്ഡ്, ഒരു ഡാർക്ക് ലാവൻഡർ ഷെയ്ഡായിട്ടാണ് വരുന്നത് വിത്ത് ഗ്രീൻ ബോർഡർ വിത്ത് ഗോൾഡൻ സാരി വർക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത സാരി കാണാം. എൻ്റെ വെഡ്ഡിങ് സാരിയുമായിട്ട് വീണ്ടും ഒരുപാട് സിമിലാരിറ്റി ഉള്ളൊരു ബ്യൂട്ടിഫുൾ സാരിയാണിത്. ഇതിനകത്തും ഗോൾഡൻ സരി വർക്ക് ആണോ സിൽവർ സരി വർക്ക് ആണോ എന്ന് ചോദിച്ചാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവത്തില്ല. കാരണം രണ്ടിൻ്റെ ഒരു ഡുവൽ ടോൺ പോലെയാണ് ഇരിക്കുന്നത്. അകത്തൊരു പേസ്റ്റൽ ബ്ലൂ ആണ് ത്രൂ ഔട്ട് ദ ബോഡിയിൽ വരുന്നത് വിത്ത് ഇതുപോലത്തെ ഗോവ പിങ്കിൻ്റെ കളർ ഷെയ്ഡാണ് ഇതിനകത്തുള്ള ഫ്ലോറൽ വർക്കിന് വരുന്നത്. നമുക്ക് ബോർഡർ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് ആ ഒരു ഗോവ ഷെയ്ഡിലുള്ള തിക്ക് ബോർഡറാണ് വരുന്നത് വിത്ത് ഗോൾഡൻ സരി വർക്ക്. ഇതിൻ്റെ ബോഡി ത്രൂ ഔട്ട് ഇതാണ് കേട്ടോ വരുന്നത് വിത്ത് ഡുവൽ ടോൺ ഫ്ലോറൽ പ്രിൻറ്റ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ടിഷ്യൂ കാഞ്ചി സിൽക്കാണ് കേട്ടോ ഇത്. ഇതിൻ്റെ പല്ലു നമുക്ക് നോക്കാം. വളരെ റിച്ച് ആയിട്ടുള്ള ഒരു പല്ലുവാണ് വരുന്നത്. ബ്യൂട്ടിഫുൾ ബ്രൊക്കേഡ് വർക്ക്. എന്നിട്ട് അതിൻ്റെ ബ്ലൗസ് നമുക്ക് നോക്കാം. ഈ ഒരു ബ്യൂട്ടിഫുൾ സാധനമാണ് ബ്ലൗസ് പീസ് വരുന്നത്. ഇതിനകത്തും സിൽവർ സരി വർക്ക് ആണോ ഗോൾഡ് സരി വർക്ക് ആണോ എന്ന് വെച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം രണ്ടും മിക്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഓരോ ആംഗിളും നോക്കുമ്പോൾ അത് ഓരോ ഡുവൽ ടോൺ ആണ് കാണിക്കുന്നത് വിത്ത് ദിസ് ബ്യൂട്ടിഫുൾ ഗോൾഡൻ സരി വർക്ക് ഉള്ള ബോർഡർ. സച്ച് എ ലവ്ലി പീസ്. നമുക്കിനി അടുത്ത സാരി കാണാം. അടുത്ത സാരി വന്നിട്ട് ഞാൻ നേരത്തെ കാണിച്ചൊരു ഷെയ്ഡ് പോലെ പിങ്ക് ആണോ ഒരു പീച്ച് ആണോ എന്ന് പറയാൻ പറ്റാത്ത പോലത്തെ ഒരു സാരിയാണ്. ഇതിനകത്തും ഗോൾഡൻ പ്ലസ് സിൽവർ സരി വർക്കാണ് വന്നിരിക്കുന്നത്. കാരണം നമുക്ക് രണ്ട് സൈഡിലോട്ടും മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സൈഡിൽ നിന്ന് അതൊരു സിൽവറിഷ് ഡുവൽ ടോണും വേറൊരു സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഗോൾഡ് അടിക്കുന്നുണ്ട്. ഇതിൻ്റെ അറ്റത്ത് വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗ്രീൻ തിക്ക് ബോർഡർ ആണ് വന്നിരിക്കുന്നത് വിത്ത് ഗോൾഡൻ സരി വർക്ക്. നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്യാം. ഇതാണ് ഇതിൻ്റെ ബോഡി ത്രൂ ഔട്ട് വരുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്രൊക്കേഡ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഒന്ന് ഓപ്പൺ ചെയ്ത് കാണാം. സോ റിച്ച് green pallu with a mix of silver and gold zari work. So beautiful piece. അടുത്ത വന്നിട്ട് ബ്ലൗസ് പീസ് കാണാം. ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത്. കുട്ടി കുട്ടി ഫ്ലോറൽ ബുട്ട വർക്കും വരുന്നുണ്ട്. സിൽവർ പ്ലസ് ഒരു ഗോൾഡ് സരി വീവിങ്ങും ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് അതിനൊന്ന് ക്ലോസപ്പിൽ നോക്കിയാൽ ഐ ക്യാൻ ഷോ യു. നമ്മളത് കൈ വെച്ചൊന്ന് മൂവ് ചെയ്യുമ്പോൾ തന്നെ ഓരോ സൈഡിലും ഗോൾഡ് പ്ലസ് ഒരു സിൽവർ ടോൺ വരുന്നുണ്ട്. ശ്രദ്ധിച്ചോ? സോ ബ്യൂട്ടിഫുൾ. ബോർഡർ വന്നിട്ട് ഇതുപോലെ തിന്നായിട്ടുള്ള ഗോൾഡ് വീവിങ് സരി വീവിങ് വരുന്ന ബോർഡറാണ് വരുന്നത്. ലെറ്റ്സ് സീ ദ നെക്സ്റ്റ് സാരി. പോപ്പുലർ ആയിട്ടുള്ള റാമർ ഗ്രീൻ ടോണിലാണ് ഈ എൻറ്റയർ സാരിയുടെ ബോഡി വരുന്നത്. അറ്റത്തൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ബേബി പിങ്ക് ആണ് ആ ഒരു തിക്ക് ബോർഡറിൽ വരുന്ന ബാക്ക്ഗ്രൗണ്ട് ഷെയ്ഡ്. ഗോൾഡൻ സരി വർക്കാണ് ഈ ഒരു ബോർഡറിൽ വന്നിരിക്കുന്നത്. പീകോക്ക് ഡിസൈനും ഇതുപോലത്തെ ഫ്ലോറൽ ബുട്ട വർക്ക്സും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബോഡി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ ലോട്ടസ് ആണോ റോസ് ആണോ ഒന്നും മനസ്സിലാവാത്ത പോലത്തെ ഒരു രണ്ടും കലർന്ന് വന്നേക്കുന്ന പോലത്തെ ഒരു ഫ്ലോറൽ വർക്കാണ് വന്നിരിക്കുന്നത്. സോ പ്രിറ്റി. ഞാൻ എൻ്റെ ഫ്രണ്ട്സിന് ഈ ഒരു കളക്ഷൻ വന്നപ്പോൾ അയച്ചു കൊടുത്തപ്പോൾ എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ഷെയ്ഡ് ഇതായിരുന്നു. ബിക്കോസ് ഇറ്റ്സ് എ വെരി റെയർ ഷെയ്ഡ്. യു ഡോണ്ട് ഗെറ്റ് ടു സീ ദിസ് ഷെയ്ഡ് എവ്രിവെയർ. പ്ലസ് ഈ ഒരു കളർ കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ തന്നെ യു ക്യാൻ സീ ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് ഇസ്. സീ ഇതാണ് അതിൻ്റെ പല്ലു വർക്ക് വരുന്നത്. പീകോക്കിൻ്റെ മോട്ടീവ്സ് ആണ് വലുതായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇവിടെയും അവിടെയും കൊടുത്തിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് ഫ്ലോറൽ ബ്രൊക്കേഡ് വർക്കും ഇപ്പുറത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു ടെമ്പിൾ ലൈക്ക് ബ്രൊക്കേഡ് വർക്കാണ് കൊടുത്തിരിക്കുന്നത്. ബ്ലൗസ് പീസ് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ റാമർ ഗ്രീൻ ടോണിൽ വരുന്ന ഒരു പ്ലെയിൻ സിമ്പിൾ ഒരു സിൽക്ക് മെറ്റീരിയലാണ് വന്നേക്കുന്നത്. അറ്റത്ത് വന്ന് നോക്കിക്കഴിഞ്ഞാൽ ബേബി പിങ്ക് ബോർഡർ വിത്ത് ഗോൾഡൻ സരി വർക്കാണ് വന്നിരിക്കുന്നത്. സച്ച് എ ലവ്ലി പീസ്. യു ഷുഡ് നോട്ട് മിസ് ദിസ് പീസ്. ഇതൊരു പക്ക ബ്രൈഡൽ വെയറും കൂടെയാണ് കേട്ടോ. അടുത്ത വന്നിട്ട് വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു പേസ്റ്റൽ ഗ്രീൻ സാരിയാണ് വന്നിരിക്കുന്നത്. അതിനകത്ത് നമുക്ക് ഇതുപോലെ ത്രൂ ഔട്ട് ദ ബോഡി ക്രിസ് ക്രോസ് ആയിട്ട് ലൈൻസും കാണാൻ പറ്റും. കുട്ടി കുട്ടി മോട്ടീവ്സും പ്ലസ് പീകോക്ക് മോട്ടീവാണ് ഇതിനകത്ത് മെയിൻ ആയിട്ട് വന്നിരിക്കുന്ന മോട്ടീവ്. സച്ച് എ പ്രിറ്റി സാരി. ഇതിനകത്തും ഗോൾഡ് പ്ലസ് സിൽവർ സരി വീവിംഗ് ആണ് ത്രൂ ഔട്ട് ദ ബോഡിയിൽ വന്നിരിക്കുന്നത്, വിച്ച് ഇസ് സോ ബ്യൂട്ടിഫുൾ.
ആൻഡ് ഇതിനകത്തും ബേബി പിങ്ക് ആണ് ബോർഡറിൽ വന്നേക്കുന്നത് വിത്ത് ഗോൾഡൻ സാരി വർക്ക്. നമുക്കിതും ഒന്ന് ഓപ്പൺ ചെയ്ത് കാണാം. ഇതിൻ്റെ പല്ലു വന്നിട്ട് ഇതുപോലെ ബേബി പിങ്കിലാണ് വരുന്നത്. ലുക്ക് അറ്റ് ദ കളർ കോമ്പിനേഷൻ ഓഫ് ദാറ്റ് ലൈറ്റ് ഗ്രീൻ പേസ്റ്റൽ ഷെയ്ഡ് ആൻഡ് ദിസ് ബ്യൂട്ടിഫുൾ ബേബി പിങ്ക് ഷെയ്ഡ്. കിഡിലമായിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ തന്നെയാണ്. നമ്മൾ അധികം ഒരു പേജിൽ നിങ്ങൾക്ക് ഈ ഒരു കളർ കോമ്പിനേഷൻ കാണാൻ കിട്ടത്തില്ല. ആൻഡ് ദിസ് ഇസ് ദ ബ്ലൗസ് പീസ്. ദാറ്റ്സ് ഓൾസോ എ ലവ്ലി പീസ്. പേസ്റ്റൽ ഗ്രീനകത്ത് ബേബി പിങ്ക് ബോർഡർ വരുന്നുണ്ട്. ഇതുപോലെ സിൽവർ സരി വർക്കിൽ കുട്ടി കുട്ടി ബുട്ട വർക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും ഫ്ലോറൽ ഡിസൈനിൽ. ഓക്കെ, ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് സാരി. ലാസ്റ്റ് ബട്ട് നോട്ട് ദി ലീസ്റ്റ്, ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റസ്റ്റി ഓറഞ്ചിൻ്റെ തന്നെ ഒരു ഡുവൽ ടൂൺ സാരിയാണിത്. ഇതിനകത്തും സിൽവർ പ്ലസ് ഗോൾഡൻ സാരി വീവിംഗ് ആണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡുവൽ ടൂൺ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുമ്പോഴത്തേക്കും ലൈറ്റിംഗ് അനുസരിച്ച് ഇറ്റ് ടേൺസ് ഇൻ ടു ഗോൾഡ് ആസ് വെൽ എസ് സിൽവർ. അപ്പോൾ നമുക്ക് ഓറഞ്ചിൻ്റെ കൂടെ ഗോൾഡ് ആണോ വന്നിരിക്കുന്നത് സിൽവർ ആണോ വന്നിരുന്നതെന്ന് ചോദിച്ചാൽ ഇറ്റ്സ് ക്വൈറ്റ് കൺഫ്യൂസിങ്. ഈ സെയിം ഡിസൈനിൻ്റെ തന്നെ ഡുവൽ ടൂൺ പിങ്ക് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് വരുന്ന ഫ്ലോറൽ വർക്കിൻ്റെ കൂടെ ഉള്ള ഡാർക്ക് ബ്ലൂ കളറാണ് ഇതിനകത്ത് ബോർഡറിൽ വന്നിരിക്കുന്നത് വിത്ത് ഗോൾഡൻ സാരി വർക്ക്. തുറന്ന് കാണാം. ഇതിൻ്റെ ത്രൂ ഔട്ട് ദ ബോഡി ഈ ഒരു പ്രിൻ്റാണ് വരുന്നത്. ഈ ഒരു കൈൻഡ് ഓഫ് റസ്റ്റി ഓറഞ്ച് ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ഷെയ്ഡാണ്. അധികം പേജുകളിൽ നമുക്ക് കാണാൻ കിട്ടാറുമില്ല, അതും ഈ ഒരു പ്രൈസ് റേഞ്ചിന്. ഇതൊരു ഫാൻറ്റ കൈൻഡ് ഓഫ് ഡുവൽ ടോൺ ആണ് മൊത്തത്തിൽ. ആൻഡ് ഇതിൻ്റെ പല്ലു എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ റിച്ച് ഡാർക്ക് ബ്ലൂ പല്ലു വിത്ത് ബ്യൂട്ടിഫുൾ ലോട്ടസ് ആൻഡ് ഫ്ലോറൽ ബ്രൊക്കേഡ് വർക്ക്. ഇതിൻ്റെ കൂടെ ബ്യൂട്ടിഫുൾ ആയിട്ട് പോകുന്ന ഒരു കോൺട്രാസ്റ്റ് ഷെയ്ഡ് തന്നെയാണിത്, റസ്റ്റി ഓറഞ്ചും ബ്ലൂവും. ബ്ലൗസ് പീസ് വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത്. ഡാർക്ക് ബ്ലൂവിൽ ഗോൾഡൻ സാരി വർക്ക് വരുന്നുണ്ട്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഡുവൽ ടൂൺ. അറ്റത്ത് ബോർഡർ വന്നിട്ട് ഗോൾഡൻ സാരിയിലാണ് ബോർഡർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ അങ്ങനെ നമ്മുടെ ലാസ്റ്റ് സാരിയും കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഈ ഒരു റേഞ്ച് ഓഫ് കാഞ്ചി ടിഷ്യൂ സിൽക്ക് സാരി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്മുടെ വെബ്സൈറ്റ് ലിങ്കും കൊടുത്തിട്ടുണ്ട്, നമ്മുടെ വാട്സാപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട്. വാട്സാപ്പിനകത്ത് നിങ്ങൾക്ക് എൻക്വയറീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം. ദേ വിൽ ഗൈഡ് യു ടു യൂസ് ദ വെബ്സൈറ്റ്. വെബ്സൈറ്റ് ലിങ്ക് ഡയറക്റ്റ് നിങ്ങൾ ഗൂഗിളിലൂടെ കിട്ടും, www.obyOC.com. ഓബയോസിയുടെ പേജ് ഇൻസ്റ്റാഗ്രാമിൽ എടുത്തു കഴിഞ്ഞാൽ ബയോക്കകത്ത് അത് കൊടുത്തിട്ടുണ്ടാവും. ഇറ്റ്സ് ജസ്റ്റ് വൺ ക്ലിക്ക് ആൻഡ് യു വിൽ ഗെറ്റ് ഡയറക്റ്റഡ് ടു അവർ വെബ്സൈറ്റ്. അപ്പോൾ ഇതിൽ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ അത് കമൻറ്റിലൂടെ നമ്മൾ അറിയിക്കുക. അപ്പോൾ അതേ ടൈപ്പ് നമ്മൾ കൂടുതൽ ഡിസൈൻസ് ഇനിയും ഡിസൈൻ ചെയ്ത് വീവ് ചെയ്തെടുക്കാൻ ട്രൈ ചെയ്യാം. സോ ദിസ് വാസ് ഇറ്റ് ഫോർ ദിസ് വ്ലോഗ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് മൈ ചാനൽ. See you all soon with more exciting videos like this. Till then, bye.